വന്യമൃഗശല്യം രൂക്ഷമായതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് കുളത്തൂപ്പുഴക്കാർ. പകൽ പോലും പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. കാട്ടാനയും കാട്ടുപോത്തും പന്നിക്കൂട്ടവും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ നാട്ടുകാർക്ക് ഭീഷണിയായിട്ടുണ്ട്. സഞ്ജീവനത്തിന്റെ ഭാഗത്താണ് ഇരിക്കുന്നതാണ് ഞാൻ. എനിക്ക് ആ പാടെ 5 സെന്റ് സ്ഥലമുണ്ടാകും. അതിനകത്ത് വാഴ അത് കിട്ടത്തില്ല. പന്നി ശല്യം, പോത്ത്, മറ്റ് മൃഗങ്ങളുടെ എല്ലാ ശല്യവും തന്നെ. വിറ്റത്തിറങ്ങാൻ പോലും വയ്യാത്ത കണ്ടീഷനായിട്ടില്ല. അതിന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കും. കാർഷിക വിളകൾ കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത് മൂലം കൃഷി ചെയ്യുന്നത് കർഷകർ ഉപേക്ഷിച്ച മട്ടാണ്. പ്രധാന പാതകളിലെല്ലാം രാത്രികാലങ്ങളിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ട്. സന്ധ്യ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ നാട്ടുകാർക്ക് പേടിയാണ്. രാത്രിയായിക്കഴിഞ്ഞാൽ കാട്ടുപോത്ത്, ആന, പിന്നെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിന്റെ വിട്ടതുകൾ രാത്രിയിൽ മലയോരത്തെ മിക്ക വീട്ടുമുറ്റങ്ങളിലും കാട്ടുപോത്ത് വന്നു പോകുന്നുമുണ്ട്. നേരം പുലരുമ്പോഴാണ് ഇക്കാര്യം വീട്ടുകാരറിയുന്നത്. കുളത്തൂപ്പുഴ ESM കോളനി പരിസരത്തും സമീപ പ്രദേശങ്ങളിലും കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരം കാഴ്ചയാണ്. കുളത്തൂപ്പുഴ ജംഗ്ഷന് സമീപത്തും കഴിഞ്ഞ ദിവസം കാട്ടുപോത്തെത്തി. ഇവയെ ഭയന്ന് പലരും വീടിന് ചുറ്റുമതിൽ നിർമ്മിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് ഈ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഈ സാധാരണക്കാരായ കൃഷിക്കാർക്ക് വളരെ ദയനീയമായ അവസ്ഥകൾ കുറേ പറയുവാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് വലിയ വനത്താൽ ചുറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ കൃഷിക്ക് വേണ്ടി മനുഷ്യൻ അവിടെ ചെന്ന് കാട് വെട്ടി തെളിച്ചു, കഷ്ടപ്പെട്ട് അവിടെ കുടിയേറി വന്യമൃഗങ്ങളുമായിട്ട് മല്ലടിച്ചു. വന്യമൃഗങ്ങൾ മനുഷ്യനെ കണ്ടപ്പോൾ ആ സ്ഥലം വിട്ടുപോയി. എങ്കിൽ ഇപ്പോഴ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ആ പ്രദേശം വിട്ടുപോയി വന്യമൃഗങ്ങൾ മനുഷ്യന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം വാഹനയാത്രക്കാരും നാട്ടുകാരും പലപ്പോഴും രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികളെ ഭയന്ന് കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ് കർഷകർ. വന്യമൃഗങ്ങളെ തുരത്താൻ പദ്ധതി ഒരുക്കുമെന്ന് അധികൃതർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. എന്നാൽ ഒന്നും ഇതുവരെ നടപ്പായിട്ടില്ല. ESM കോളനി ഭാഗത്ത് സ്ഥാപിച്ച സോളാർ വേലികൾ പ്രവർത്തനരഹിതമായതും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. സോളാർ വേലികൾ സമയബന്ധിതമായി പ്രവർത്തനക്ഷമമാക്കാനും വന്യജീവികളുടെ ആക്രമണങ്ങളെ കുറയ്ക്കാൻ വേണ്ട നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും പ്രദേശവാസികൾ കുളത്തൂപ്പുഴ വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കുളത്തൂപ്പുഴ വാർത്ത ഓൺലൈൻ. ഹലോ ഫ്രണ്ട്സ്, KM-സെൻസിന്റെ എല്ലാ ഉപഭോക്താക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ KM-സെൻസിൽ നിന്നും സ്മാർട്ട് ഫോണുകൾ ഏറ്റവും നല്ല വിലക്കുറവിൽ സ്വന്തമാക്കാം. ഏവർക്കും KM-സെൻസിലേക്ക് സ്വാഗതം.